സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനിടയിലും മുഖ്യമന്ത്രി പിണറായി വിജയന് 35 ലക്ഷം രൂപ മുടക്കി കാർ വാങ്ങിയതിനെ ന്യായീകരിച്ചിരിക്കുകയാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. 35 ലക്ഷം രൂപ മുടക്കി ഒരു കിയ കാർ വാങ്ങുന്നതാണോ ഇത്രയും വലിയ കാര്യമെന്നായിരുന്നു മന്ത്രിയുടെ വിശദീകരണം. ക്ലിഫ് ഹൗസിലെ കാലിത്തൊഴുത്തിന് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത് മുഖ്യമന്ത്രി അല്ലെന്നും മന്ത്രി പറഞ്ഞു. കൂടുതൽ സുരക്ഷാ സംവിധാനമുള്ള വാഹനമെന്ന വാദമുന്നയിച്ചായിരുന്നു കൊറിയൻ വാഹന നിർമ്മാതാക്കളായ കിയയുടെ കാർണിവൽ സീരീസിലെ ലിമോസിൻ കാർ പുതിയതായി വാങ്ങിയത്. സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശ പ്രകാരമായിരുന്നു ഈ കാർ വാങ്ങിയത്. കേന്ദ്രത്തിൽ നിന്നും 57,000 കോടി രൂപ കിട്ടുന്നുണ്ടെന്നാണ് ധനമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. കേന്ദ്രത്തിൽ നിന്നും 57,000 കോടി രൂപ കിട്ടാനുണ്ടെന്നാണ് ധനമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. ട്രഷറിയിൽ പൂച്ച പെറ്റുകിടക്കുകയല്ലെന്നും എല്ലാ ചിലവുകൾക്കും പണം നൽകിയിട്ടുണ്ടെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന് കരുതി കാര്യങ്ങളാകെ നിലയ്ക്കുന്ന സാഹചര്യമില്ലെന്നും ധനമന്ത്രി മറുപടി പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് ചട്ടിക്കപ്പാറ സ്വദേശി ജോസഫ് ആത്മഹത്യ ചെയ്തിട്ട് ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് പുതിയ ന്യായീകരണം. അതേസമയം കൊറിയൻ കാർ നിർമ്മാതാവായ കിയ ആകട്ടെ ഇതോടെ ഇന്ത്യയിൽ കാർണിവലിൻ്റെ വിൽപ്പന പോലും അവസാനിപ്പിച്ചു. കാർണിവൽ മോഡലിനെ വെബ്സൈറ്റിൽ നിന്നും ഒഴിവാക്കുകയും രാജ്യത്തുടനീളമുള്ള ഡീലർഷിപ്പുകൾ വഴിയുള്ള ഓർഡറുകൾ സ്വീകരിക്കുന്നത് നിർത്തുകയും ചെയ്തു. പുതിയ തലമുറ മോഡലുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൻ്റെ ഭാഗമായാണ് കാർണിവൽ MPV അതായത് മൾട്ടി പർപ്പസ് വെഹിക്കിൾ പിൻവലിക്കുന്നത്. വെളുത്ത ഇന്നോവ ക്രിസ്റ്റ ഒഴിവാക്കി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കറുത്ത കിയ കാർണിവൽ വാങ്ങി അതിലായിരുന്നു യാത്ര. ഇന്ത്യയിൽ കിയയുടെ വലിയ മോഡലിൻ്റെ വരവ് അറിയിച്ച മോഡലായിരുന്നു കാർണിവൽ. 2020 ഫെബ്രുവരിയിലെ ഓട്ടോ എക്സ്പോയിലാണ് 3ാം തലമുറ കിയ കാർണിവൽ ഇന്ത്യയിൽ അവതരിപ്പിച്ചത്. വർഷങ്ങളായി ടൊയോട്ട ഇന്നോവ എന്ന ഒരേയൊരു രാജാവ് അടക്കി വാണിരുന്ന MPV ശ്രേണിയെ വിറപ്പിച്ചാണ് കാർണിവൽ എന്ന എതിരാളിയുമായി കിയ എത്തിയത്. 7, 8, 9 എന്നിങ്ങനെ 3 സീറ്റിംഗ് ഓപ്ഷനുകളായാണ് വാഹനം വിപണിയിലുള്ളത്. 8 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനോട് കൂടിയ 2.2 ലിറ്റർ 4 സിലിണ്ടർ CRDI ടർബോ ഡീസൽ എഞ്ചിൻ 440 mm ടോർക്കും 200 HP കരുത്തും പകരുന്നു. മികച്ച ഫീച്ചറുകളാണ് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ കാർണിവലിനെ വാഹനപ്രേമികൾക്കിടയിൽ പ്രിയങ്കരനാക്കിയത്. പവർ സ്ലൈഡിംഗ് റിയർ ഡോറുകളാണ് വാഹനത്തിൻ്റെ പ്രധാന പ്രത്യേകത. സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റിയുള്ള 8 ഇഞ്ചുള്ള ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, 2ാം നിര യാത്രക്കാർക്ക് വേണ്ടിയുള്ള 2 10.1 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ, 3 സോൺ ക്ലൈമറ്റ് കൺട്രോൾ, ഡുവൽ പാനൽ ഇലക്ട്രിക് സൺറൂഫ്, കിയയുടെ UVO കണക്ട് ചെയ്ത കാർ ടെക്, ഇലക്ട്രിക് ടെയിൽ ഗേറ്റ് എന്നിങ്ങനെ നീളുന്നു പട്ടിക. ഡുവൽ ടോൺ ബ്ലാക്ക്, ബെയ്ജ് എന്നിങ്ങനെ 3 ഇൻറ്റീരിയർ കളർ ഓപ്ഷനാണ് കിയ കാർണിവൽ എത്തിയത്. സുരക്ഷയുടെ കാര്യത്തിലും കാർണിവൽ ഏറെ മുന്നിലാണ്. ഓസ്ട്രേലിയൻ എൻക്യാമ്പ് ക്രാഷ് ടെസ്റ്റിലാണ് കിയ കാർണിവൽ 5 സ്റ്റാർ റേറ്റിംഗ് നേടി സുരക്ഷയിൽ കരുത്തരെന്ന് തെളിയിച്ചത്. കാർണിവലിൻ്റെ 8 സീറ്റർ ഓപ്ഷനാണ് ET പരീക്ഷയ്ക്ക് വിധേയമാക്കിയത്. വാഹനത്തിനുള്ളിലെ യാത്രക്കാർക്കും സുരക്ഷയൊരുക്കുന്നതിലും കൊളിഷൻ അവോയ്ഡൻസ് അസൈൻമെൻറ്റിലും മികച്ച പ്രകടനമാണ് കിയ കാഴ്ചവെച്ചത്. ISO ഫിക്സ് ആങ്കറുകൾ, ഹെഡ് പ്രൊട്ടക്ഷൻ എയർ ബാഗുകൾ, എമർജൻസി ബ്രേക്കിംഗ് സംവിധാനം, ആക്റ്റീവ് ലെയിൻ കീപ്പിംഗ്, ഇൻ്റലിജൻറ്റ് സീറ്റ് ബെൽറ്റ് റിമൈൻഡറുകൾ എന്നിവയും സുരക്ഷയ്ക്ക് കരുത്തേകുന്നു. ബ്രേക്ക് അസിസ്റ്റ്, ടയർ പ്രഷർ മോണിറ്റർ, എൻജിൻ ഇമൊബിലൈസർ, ക്രാഷ് സെൻസർ, എൻജിൻ ചെക്ക് വാണിംഗ്, ഇലക്ട്രിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, റോൾ ഓവർ മിറ്റിഗേഷൻ, കൺസേണിംഗ് ബ്രേക്ക് കൺട്രോൾ, കർട്ടൻ എയർ ബാഗുകൾ, സ്പീഡ് സെൻസ് ചെയ്യാൻ കഴിയുന്ന ഓട്ടോ ഡോർ ലോക്ക് സംവിധാനം എന്നിവയും സുരക്ഷയിൽ ഒരുങ്ങിയിരിക്കുന്നു. ഇന്ത്യയിൽ 30.99 ലക്ഷം രൂപ മുതൽ 35.45 ലക്ഷം വരെ ആയിരുന്നു കാർണിവലിൻ്റെ വില. വെളുപ്പ്, കറുപ്പ്, സിൽവർ നിറങ്ങളിലാണ് വാഹനം പുറത്തിറങ്ങിയത്.